മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 300ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. 299 എപ്പിസോഡുകളിലായി നിരവധി സുപ്രധാന ഔഷധങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഈ 300ാമത്തെ എപ്പിസോഡിൽ നമ്മൾ അമോണിയം കാർബോണിക്കം എന്ന ഔഷധമാണ് പരിഗണിക്കുന്നത്. ഇത് പഴയ പുരാതന ചികിത്സാ രീതിയിൽ ക്രൂഡ് ഫോമിൽ ഉപയോഗിച്ചു വന്നിരുന്നൊരു ഔഷധമാണ്. അതിൽ നിന്ന് കിട്ടിയ സൂചനകൾ അനുസരിച്ചുകൊണ്ട് ഒരു ഹോമിയോപ്പതിക് പ്രിപ്പറേഷൻ തയ്യാറാക്കുകയും അത് ഭംഗിയായി പോവുകയും ചെയ്ത് വളരെ വിജയകരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു ഔഷധമാണ്. ഇതിൻ്റെ ഈ ലെക്ചറിൽ കെൻറ്റ് ആ പഴയ ഉപയോഗം എങ്ങനെയായിരുന്നു, അതിൽ നിന്നും ഹോമിയോപ്പതിക് ഉപയോഗത്തിലേക്ക് എങ്ങനെ വന്നു, അതിൻ്റെ കാതലായ വ്യത്യാസങ്ങൾ അവ പറയുന്നത് കൂടാതെ തൻ്റെ ഒരു ചികിത്സയിലെ പരാജയം എടുത്തു പറഞ്ഞുകൊണ്ട്, പരാജയം പിന്നീട് വിജയകരമായിട്ട് മാറുന്നുണ്ട്, പറഞ്ഞുകൊണ്ട് ഈ ഔഷധത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ലക്ഷണങ്ങളുടെ കുറവ്, ഒരു റിയാക്ഷൻ കിട്ടാത്തൊരു സ്ഥിതി. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഔഷധം ഏത് തരത്തിൽ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്നു, പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നെല്ലാമാണ്. ഉദാഹരണത്തിന് അതിൻ്റെ ഒരു പ്രവർത്തന കാലാവധി, പ്രവർത്തന കാലയളവ്, അതിനുപയോഗിക്കേണ്ടുന്ന പൊട്ടൻസിയുടെ ഒരു നിലവാരം, ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ശരിയായ രീതിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു ജീവൻ രക്ഷാ ഔഷധം, അല്ലെങ്കിൽ ആകെ തകർന്നടിഞ്ഞ് ഗ്രഹണി പിടിച്ച് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ പോലും ആളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ വിഗ്രസ് ആയിട്ടൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ തക്ക കെൽപ്പുള്ളൊരു ഔഷധമാണത്. അതിൻ്റെ ആ ഒരു അടിസ്ഥാന ചിത്രം നമുക്ക് ഈ ആദ്യ ഭാഗത്ത് നമുക്ക് ശ്രവിക്കാം. അമോണിയം കാർബോണിക്കം. ഇഫ് യു ആർ പ്രാക്ടീസിങ് ഇൻ ദ ഓൾഡ് ഫാഷൻ വേ ആൻഡ് കൺസിഡേഴ്സ് ദ വണ്ടർഫുള്ളി വോളറ്റൈൽ നേച്ചർ ഓഫ് അമോണിയം കാർബ്, സം ഓഫ് ഇറ്റ്സ് ഫോംസ്, we would only look upon it as an agent to relieve fainting and simple affections and use it in the form of harshon to comfort old maids and some other women. അതായത് ഇതിൻ്റെ പഴയൊരു ഉപയോഗത്തെക്കുറിച്ച് പറയുകയാണ്. പഴയ ഉപയോഗത്തിലൊരു ഫെയിൻറ്റിങ്ങിനെ, ഒരു ബോധക്ഷയം, മൊഹാലസ്യം വരുന്ന അവസ്ഥകളിൽ ഇതിനെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതായത് വെള്ളത്തിൽ കലക്കിയ അമോണിയ എന്ന തരത്തിൽ, നമ്മളിപ്പോൾ സോഡാ വെള്ളം പോലെ ഏതാണ്ട് ആ ഒരു തരത്തിൽ അങ്ങനെ ഡിസോൾവ് ചെയ്തൊരവസ്ഥയിൽ മൊഹാലസ്യത്തിന് മറികടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരവസ്ഥ. അതെങ്ങനെയുള്ളവർക്കാണ്? പഴയ വീട്ടുകാര്യസ്ഥ, ഓൾഡ് മെയ്ഡ്സ്, അങ്ങനെ പ്രായമുള്ള ആളുകളിൽ ഉണ്ടാകുന്ന മൊഹാലസ്യങ്ങളിൽ, അങ്ങനെയുള്ള സ്ത്രീകളിൽ ചെറിയൊരു സ്റ്റിമുലൻ്റ് പോലെ അങ്ങനെ ഉപയോഗിച്ചിരുന്നൊരു സാധനം. പക്ഷെ അതിൻ്റെ ഹോമിയോപ്പതിക് യൂസേജ് എന്ന് പറയുമ്പോഴേക്കും അതാകെ മാറുന്നു, ചിത്രമാകെ മാറുകയാണ്. But ammonium carb is a deep-acting constitutional medicine, an antisoric. വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന, ഒരു ഘടനാപരമായ മാറ്റങ്ങൾ വരുത്താൻ, ഒരു വ്യക്തിയുടെ സത്തയെ തന്നെ രൂപാന്തരപ്പെടുത്താൻ കെൽപ്പുള്ള ഒരു ആൻറ്റിസോറിക് ഔഷധമാണ് അമോണിയം കാർബോണിക്കം. അതിനെ നമ്മൾ വെറുതെ ഒരു മൊഹാലസ്യത്തെ മറികടക്കാനുള്ള ഒരു ഏജൻ്റായിട്ട് അതിനെ പരിമിതപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയുന്നത്. It affects rapid blood changes, it disturbs the whole economy and it establishes the scorbutic constitution. അമോണിയം കാർബിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഒരു പൊതുവെയുള്ളൊരു സ്ഥിതി എന്ന് വെച്ചാൽ ഒരു ഗ്രഹണം പിടിച്ച സ്കോർബ്യൂട്ടിക്, പോഷക ദാരിദ്ര്യം കൊണ്ട്, വിശേഷിച്ചും വിറ്റാമിൻ സിയുടെ ഒക്കെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന സ്കർവി, അങ്ങനെയുള്ള ഒരവസ്ഥ, ആകെ മെലിഞ്ഞ് ശോഷിച്ച ഒരവസ്ഥ, ആ ഒരു അവസ്ഥയാണ് പ്രൂവേഴ്സിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയുള്ളവരെ ജീവനിലേക്ക്, സജീവമായൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഇതിനെക്കൊണ്ട് സാധിക്കും. അപ്പോൾ അത് രക്തത്തിൽ വളരെ വേഗത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. രക്തത്തിൻ്റെ സംക്രമണത്തിൽ, രക്തത്തിൻ്റെ ഘടനയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ട് ആ ഒരു ശോഷിച്ച അവസ്ഥയിൽ നിന്നും, ഗ്രഹണി പിടിച്ച അവസ്ഥയിൽ നിന്നും ആളെ മടക്കിക്കൊണ്ടുവരുവാൻ സാധിക്കും. രക്തത്തിൽ അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇറ്റ്സ് ഫ്ലൂയിഡ്സ് ആർ ഓൾ ആക്രിഡ്. അപ്പം അങ്ങനത്തെ ഒരു അമോണിയം കാർബോണിക്കം പേഷ്യൻറ്റിൻ്റെ എല്ലാത്തരം സെക്രഷൻസും, രക്തം, മൂത്രം, കഫം,
ഉമിനീര്, കണ്ണുനീരൊക്കെ ഈ സ്പർശിക്കുന്ന ഭാഗങ്ങളെയൊക്കെ കൊറോഡ് ചെയ്യിക്കാൻ, ദ്രവിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അതൊരു അസിഡിക് നേച്ചർ ഉണ്ടാകും. ദ സലൈവ ബിക്കംസ് ആക്രിഡ് ആൻഡ് എസ്കോറിയേറ്റ് ദ ലിപ്സ് സോ ദാറ്റ് ദേ ക്രാക്ക് ഇൻ ദ കോർണേഴ്സ് ആൻഡ് മിഡിൽ ആൻഡ് ബിക്കം റോ ആൻഡ് ഡ്രൈ ആൻഡ് സ്കാബി. ഉമിനീര് സ്പർശിക്കുന്ന ചുണ്ടുകളിലാകെ വിണ്ടുകീറി എൻ്റെ കടവായിലൊക്കെ വ്രണങ്ങളുണ്ടായി, ചുണ്ടുകളുടെ മധ്യത്തിൽ വ്രണങ്ങളുണ്ടായി, ചൊറി പിടിച്ച പോലത്തെ ഒരവസ്ഥ, വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് അതിനെത്തിക്കും ഉമിനീരിലുണ്ടാകുമ്പോൾ. ദ ഐലിഡ്സ് ഫാസ്റ്റർ ആൻഡ് ബിക്കം ഡ്രൈ ആൻഡ് ക്രാക്ഡ് ഫ്രം ദ എസ്കോറിയേറ്റിംഗ് ഫ്ലൂയിഡ്സ് ഫ്രം ദ ഐ. കണ്ണീരിൽ ഇതേപോലെ ആ ഒരു എസ്കോറിയേറ്റിംഗ് നേച്ചർ വന്നു കഴിഞ്ഞാൽ, ആക്രിഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചാൽ കണ്ണുകൾ ഒട്ടിപ്പോകുന്നു, കൺപോളകൾ ഒട്ടിപ്പോകുന്നു, ഡ്രൈ ആയിത്തീരുന്നു, വരണ്ടു പോകുന്നു, അവിടെ വ്രണങ്ങൾ ഉണ്ടാകുന്നു. ദ സ്റ്റൂൾ ഈസ് ആക്രിഡ് ആൻഡ് എസ്കോറിയേറ്റ്സ്. മലത്തിന് ഇതേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ ചുറ്റും ഇതേപോലെ വ്രണങ്ങൾ വരുന്നു, വിണ്ടുകീറുന്നു. ദ ജെൻറ്റൽസ് ഓഫ് ദ ഫീമെയിൽ ബിക്കം റോ ആൻഡ് സോർ ഫ്രം ദ ആക്രിഡ് മെൻസ്ട്രൽ ഡിസ്ചാർജ് ആൻഡ് ലുക്കോറിയ. സ്ത്രീകളെ സംബന്ധിച്ചോളം ആർത്തവ രക്തസ്രാവം, വെള്ളപ്പോക്ക്, ഇതെല്ലാം ആക്രിഡായിട്ട് ജെനിറ്റാലിയയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ആൻഡ് വേർ എവർ ദർ ഈസ് ആൻ അൾസർ അപ്പോൺ ദ സ്കിൻ, ദ ഫ്ലൂയിഡ്സ് ദാറ്റ് ഊസ് ഫ്രം ഇറ്റ് എസ്കോറിയേറ്റ് ദ പാർട്സ് അറൗണ്ട് അബൌട്ട്. അപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചൊറി, ഒരു വ്രണം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ചലമോ ചോരയോ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡോ അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ തൊലി പോയി വ്രണങ്ങളുണ്ടായി ആ വ്രണത്തിൻ്റെ അവസ്ഥ സാധാരണയേക്കാളും മോശമായി തീരും. The excoriating character belongs to all of the exuding fluids and discharges. എല്ലാ ഡിസ്ചാർജസിനും ഈ ഒരു ആക്രിഡ് നേച്ചർ ഉണ്ട്, എസ്കോറിയേറ്റിംഗ് നേച്ചർ ഉണ്ട്, സ്പർശിക്കുന്ന അവിടെയൊക്കെ ദ്രവിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. This remedy has bleeding of black blood and often fluid blood that will not coagulate. രക്തം ഊറി വരുന്നു, അത് കട്ട പിടിക്കുന്നില്ല, രക്തം കട്ട പിടിക്കാതെ വരുന്നൊരു രോഗാവസ്ഥ അറിയാവുന്നതാണല്ലോ. സ്രവിച്ചു വരുന്ന രക്തത്തിന് കറുത്ത നിറമുള്ള രക്തം ഉണ്ടാകാം, അത് ഫ്ലൂയിഡായിരിക്കും, കട്ടിയുള്ള രക്തമല്ല, വളരെ വേഗം ഒഴുകുന്ന രക്തമായിരിക്കും, അത് കട്ടയാകുന്നില്ല. ഫ്ലോയിങ് ഫ്രം ദ നോസ്, ദ യൂട്രസ്, ദ ബ്ലാഡർ ആൻഡ് ബവൽസ്. മൂക്കിൽ നിന്നും ഗർഭപാത്രത്തിൽ നിന്നും മൂത്രസഞ്ചിയിൽ നിന്നും വയറ്റിൽ നിന്നും ഒക്കെ ഇതേപോലെ രക്തം വരാം. കറുത്ത നിറത്തിലുള്ള രക്തം, കട്ട പിടിക്കാതെ വെളുപ്പം ഒഴുകുന്ന തരത്തിലുള്ള ഫ്ലൂയിഡായിട്ടുള്ള രക്തം. ദ ബ്ലഡ് ഈസ് ഡാർക്ക്, ഷോയിങ് ദാറ്റ് എ ഗ്രേറ്റ് ഡിസ്റ്റർബൻസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി സർക്കുലേഷൻ. രക്തം ഇരുണ്ടിരിക്കും, ഇരുണ്ട രക്തം. അപ്പോൾ രക്തത്തിൻ്റെ സർക്കുലേഷനിൽ എന്തോ കുഴപ്പമുണ്ട്, സർക്കുലേഷൻ ശരിയായിട്ട് നടക്കുന്നില്ല. ശരിക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള രക്തമാണെങ്കിൽ ശരിയായ രീതിയിൽ അതിൻ്റെ ശരിയായ വിസ്കോസിറ്റിയിൽ, ശരിയായ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ അത് മുഴുവൻ ഒഴുകിപ്പോകേണ്ടതാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് കറുത്ത നിറത്തിലായി. അപ്പോൾ രക്തത്തെ ഇത് ബാധിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു. ഇറ്റ് അഫക്ട്സ് റാപ്പിഡ് ബ്ലഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു നേരത്തെ തന്നെ. അപ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദ സ്കിൻ ഹാസ് എ മോട്ടൽ അപ്പിയറൻസ് ഇന്റർമിംഗിൾഡ് വിത്ത് ഗ്രേറ്റ് പാലർ. അപ്പോൾ ഇതും ഈ സർക്കുലേഷനോട് ബന്ധപ്പെട്ടാണ്. രക്തം ഇതേപോലെ അൺഹെൽത്തി ആകുന്നതുകൊണ്ട് തൊലിപ്പുറമേ അവരുടെയൊക്കെ പാടുള്ള പോലെ ഒരു അപ്പിയറൻസ് തൊലിക്ക് വരുന്നു, അല്ലെങ്കിൽ വിളറി വരുന്നു. അപ്പോൾ രക്തം ഹെൽത്തി ആണെങ്കിൽ ആ തൊലിക്കടിയിലൂടെയുള്ള രക്തസ്രാവത്തിൻ്റെ ആ ഒരു ആരോഗ്യകരമായ അവസ്ഥ കൊണ്ട് ആ തൊലിക്ക് നല്ലൊരു അതിൻ്റെ നാച്ചുറൽ ഷീൻ ലഭിക്കും. ഇവിടെ അത് ലഭിക്കുന്നില്ല, പാടുകളും വിളർച്ചയും ഒക്കെയാണ് തൊലിക്കുള്ളത്. ഇറ്റ് പ്രൊഡ്യൂസ് എ വയലന്റ് ആക്ഷൻ അപ്പോൺ ദ ഹാർട്ട് ഇൻ വിച്ച് ദർ ഈസ് ഓഡിബിൾ പാൽപിറ്റേഷൻ ആൻഡ് എവറി ഇമോഷൻ അഗ്രിവേറ്റ്സ് ദ പാൽപിറ്റേഷൻ. അപ്പോൾ ഹൃദയത്തെ വല്ലാതെ ബാധിക്കുന്നു. അപ്പോൾ സർക്കുലേഷനെ ബാധിക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അത് ഹൃദയത്തെയും ബാധിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് ചെറിയ ഒരു ചലനം കൊണ്ട് ഹൃദയത്തിൻ്റെ ഇടിപ്പ് വർദ്ധിപ്പിച്ചിട്ട് വല്ലാതെ പാൽപിറ്റേഷൻ കൂടുന്നു. അതിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഹൃദയമിടിപ്പ്, നാഡീമിടിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ചലനവും അത് വർദ്ധിപ്പിക്കുന്നു. വിത്ത് ദിസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രേറ്റ് പ്രൊസ്ട്രേഷൻ. ഇതിനോട് ചേർന്ന് വല്ലാത്ത ക്ഷീണം വരുന്നു. അതായത് ഒരു ഹൃദയാഘാതമൊക്കെ ഉണ്ടാകാവുന്ന നിരവധിയായ അവസ്ഥകളിലൊന്നും. ഇറ്റ്സ് റാദർ എ സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ദാറ്റ് ദ ഏൻഷ്യൻസ് knew that ammonium carbonate would overcome
ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ഫ്രം കാർഡിയാക് അറ്റാക്സ്, ഹൃദയാഘാതങ്ങളിൽ നിന്നും അതിൽ നിന്നും വരുന്ന ശ്വാസതടസ്സത്തിന് അമോണിയം കാർബോണിക്കം പണ്ടുകാലത്ത് മുതലേ പൂർവികർ പഴയ ചികിത്സാ രീതികളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തന താളം തെറ്റലും അതിനോടനുബന്ധിച്ച് വരുന്ന ശ്വാസം മുട്ടലും അമോണിയം കാർബത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ആൻഡ് ദാറ്റ് അക്വ അമോണിയ ഓർ ഹാർഷോൺ ഈസ് യൂസ്ഡ് ടുഡേ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഇൻ ഇൻഡിക്കേഷൻസ് സിമിലർ ടു ദോസ് മെൻഷൻഡ്. അപ്പോൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ, അതായത് ചെറിയൊരു ചലനം കൊണ്ട് പോലും ഹൃദയമിടിപ്പ്, നാഡീമിടിപ്പ് വല്ലാതെ വർദ്ധിക്കുന്നതും ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുണ്ടാകുന്നതുമായിട്ടുള്ള അവസ്ഥകളിൽ ഇപ്പോഴും അമോണിയ കടത്തിവിട്ട വെള്ളം, ആ വെള്ളം മണക്കുന്നതും മറ്റുമൊക്കെ ഈ കെൻഡ് പറയുന്ന ഒരു കാലഘട്ടത്തിലും ഉപയോഗിച്ചു കൊണ്ടിരുന്നു. ദേ യൂസ് ഇറ്റ് ആസ് എ സ്റ്റിമുലൻറ്റ്, ഒരു സ്റ്റിമുലൻ്റ് പോലെ. ഞാൻ സോഡയുടെ കാര്യം പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ട് കാർബോളിക് ആസിഡ് ഉണ്ടാകുന്നു. അത് ഒരു സോഡ കഴിക്കുമ്പോഴേക്കും ക്ഷീണമുള്ളപ്പോൾ കഴിക്കുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടുന്നു, ഒരു സ്റ്റിമുലൻ്റ് ആയിട്ട്. അതേപോലെ ഇതും ഒരു സ്റ്റിമുലൻ്റ് ആക്ഷൻ, അങ്ങനത്തെ ഒരു അക്വസ് സൊല്യൂഷൻ ആ തരത്തിൽ. ബട്ട് വെൻ ഇൻഡിക്കേറ്റഡ് ദ സിംഗിൾ ഡോസ് വെരി ഹൈ ഈസ് ഇനഫ്. പക്ഷേ അത് കെൻഡ് വളരെ ഭംഗിയായിട്ട് പറയുന്നത്, പഴയ കാലത്ത് സ്റ്റിമുലൻ്റായിട്ട് ഉപയോഗിച്ചിരുന്നൊരു സാധനം, അത് ക്രൂഡ് ഫോമിൽ ഉപയോഗിച്ചിരുന്ന സാധനം, അത് ഹോമിയോപ്പതിക്കായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഹോമിയോപ്പതിയായിട്ട് ഉപയോഗിക്കുമ്പോൾ സാഹചര്യം മാറും. അത് പ്രൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലക്ഷണങ്ങൾ കാണപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ ഔഷധം പൊട്ടൻസൈസ്ഡ് ഫോമിൽ, സഫീഷ്യൻ്റ്ലി പൊട്ടൻസൈസ്ഡ് ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒറ്റ ഡോസ് മതി. മറ്റേത് ഇങ്ങനെ ധാരാളം ഗ്ലാസ് കണക്കിന് കുടിക്കുകയോ ദീർഘനേരം ശ്വസിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം ഹോമിയോപ്പതിക്ക് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ സഫീഷ്യൻ്റ്ലി പൊട്ടൻസൈസ്ഡ് ഔഷധം ഒരു ഒറ്റ ഡോസ് മതിയാകും. അതാണ് പഴയൊരു ചികിത്സാ രീതിയുടെയും ഹോമിയോപ്പതിയുടെയും പ്രയോഗത്തിൽ, അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ വരുന്ന മൗലികമായ വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. ആ തരത്തിൽ വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴുള്ള ആധുനിക അലോപ്പതിയുടെ സാഹചര്യത്തിലും ഉചിതമായ വ്യത്യാസങ്ങളോടുകൂടി നമ്മളതിനെ മനസ്സിലാക്കേണ്ടതാണ്. The ancients knew enough also to use Harshon in the low forms of pneumonia at the turning points in the advanced stage. That is an old allopathic practice, but it had a homeopathic relation to some of the cases. അപ്പോൾ നേരത്തെ പുരാതന കാലത്തും ഈ അമോണിയ കടത്തിവിട്ട അല്ല അമോണിയ ലയിപ്പിച്ച വെള്ളം ഈ ന്യൂമോണിയയുടെ വളരെ ഗുരുതരമായൊരവസ്ഥയിൽ, ന്യൂമോണിയ വന്നിട്ട് അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജിൽ വല്ലാതെ വികസിച്ച അവസ്ഥയിൽ ആൾ മരണത്തെ നേരിടുന്നൊരവസ്ഥയിൽ ഇത് ഉപയോഗിച്ചിരുന്നു. ആ ഒരു സ്റ്റിമുലേഷൻ കൊണ്ട് ആൾ താൽക്കാലികമായിട്ട് ഒരു ഉണർവ് കിട്ടുന്നൊരവസ്ഥ. പക്ഷെ ഇതിനൊരു ഹോമിയോപ്പതിക് റിലേഷൻ ഉണ്ട്. സം ഓഫ് ദ കേസ്, എല്ലാ കേസിലും ഇല്ല. നേരത്തെ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ന്യൂമോണിയ, വഷളായ ന്യൂമോണിയ എല്ലാ കേസിലും അതിനെ ഉപയോഗിക്കാം. ആ ഒരു സിംഗിൾ സിംറ്റം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സിംഗിൾ കണ്ടീഷൻ വെച്ചുകൊണ്ട്. പക്ഷേ അങ്ങനെ എല്ലാ കണ്ടീഷനിലും പൊട്ടൻസൈസ്ഡ് ഫോമിൽ ഹോമിയോപ്പതി രീതിയിൽ അമോണിയം കാർബൺ ഉപയോഗിക്കാൻ പറ്റില്ല. അമോണിയം കാർബൺ എന്നുള്ള ഏത് ഔഷധവും ഇവിടെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു ടോട്ടാലിറ്റിയുടേതായിട്ടുള്ള ഒരു സാമ്യം നമുക്കുണ്ടാകണം. ആ സാമ്യം ഉണ്ടെങ്കിൽ അത് ഒറ്റ ഡോസ് മതിയാവും. അല്ല മറ്റ് ഔഷധങ്ങളോടാണ് സാമ്യമെങ്കിൽ ആ ഔഷധം അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ന്യൂമോണിയ തന്നെ ആ രോഗിയുടെ ടോട്ടാലിറ്റി അവസ്ഥ അനുസരിച്ചുകൊണ്ട് വ്യത്യസ്ത ഔഷധങ്ങളെ ആവശ്യപ്പെടും. അവിടെ അമോണിയം കാർബൺ മാത്രമല്ല. അത് ഹോമിയോപ്പതിയുടെ ഒരു പഴയ ചികിത്സാ രീതിയുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അവിടെ സിംഗിൾ സ്റ്റേറ്റ് വെച്ചുകൊണ്ട് എല്ലാത്തിനും ഒന്ന് തന്നെ കൊടുക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, രോഗിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ വെച്ചുകൊണ്ട് ഉചിതമായ വ്യത്യസ്ത ഔഷധങ്ങൾ കൊടുക്കുന്നു. ചില സാഹചര്യങ്ങളിൽ അമോണിയം കാർബൺ വരാം. അതാണ് സം ഓഫ് ദ കേസ് എന്ന് പറയുന്നത്. വൺസ് ഇൻ എ വൈൽ they would cure a patient in the awful stage of prostration with heart failure at the end of pneumonia. അപ്പോൾ ഈ പഴയ ചികിത്സയിൽ ഇതേപോലെ വളരെ മാരകമായ ന്യൂമോണിയയുടെ അവസ്ഥയിൽ അവിടെ ഹൃദയാഘാതം വന്നു, ആൾ മരിക്കുന്നു. ആ ഒരു കണ്ടീഷനിൽ പഴയ ചികിത്സാ രീതിയിൽ ഇതിൻ്റെ അക്വസ് സൊല്യൂഷൻ വെച്ചുകൊണ്ട് ചില കേസുകൾ സുഖപ്പെടുത്തും, പക്ഷേ എല്ലാറ്റിനെയും അല്ല. ആൻഡ് ബിക്കോസ് ദേ റിലീവ്ഡ് സച്ച് എ വൺ, ഇറ്റ് വാസ് ദെൻ എസ്റ്റാബ്ലിഷ് ആസ് എ റെമഡി ഫോർ ഓൾ ദ ഫ്യൂച്ചർ യൂസ്. അപ്പോൾ പഴയ ചികിത്സാ രീതിയുടെ ഒരു കർമ്മശാസ്ത്രം അല്ലെ കർമ്മ പദ്ധതി എന്താണെന്ന് കെൻഡ് പറയാം. കാരണം കെൻഡ് അത്തരം ചികിത്സാ രീതികളിൽ കെൻഡായാലും
സാമൂൽ ഹനിമാനായാലും ആരായാലും പഴയ മാസ്റ്റേഴ്സ് ആരായാലും പഴയ ചികിത്സാ രീതിയിൽ ഗ്രാഹ്യം നേടി അതിൽ ചികിത്സ ആരംഭിച്ച ആളുകളാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഔഷധം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഒരു പനി അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ന്യൂമോണിയ വന്നിട്ട് ഹൃദയാഘാതം വരുന്നു. പലതരം ഔഷധങ്ങൾ കൊടുത്ത് പരീക്ഷിച്ച് നോക്കുന്നു. ഈ ഒരു സാധനം കൊടുക്കുമ്പോഴേക്കും ആൾക്ക് സൗഖ്യം കിട്ടി, ആൾ ജീവനിലേക്ക് വന്നു. അതോടുകൂടി ആ ഔഷധം ആ ഒരു രോഗാവസ്ഥയ്ക്കുള്ള ഒരു ഔഷധമായിട്ടാണ് അംഗീകരിക്കുന്നു, എല്ലാറ്റിനും അത് കൊടുക്കുന്നു. അപ്പോൾ ഒരു കിരീകുത്ത് പോലെ ചിലതിന് രക്ഷപ്പെടും, ചിലതിന് രക്ഷപ്പെടില്ല. പക്ഷെ ഹോമിയോപ്പതി അപ്രോച്ച് അതല്ല. ഹോമിയോപ്പതി അപ്രോച്ച് പ്രകാരം ആ ഒരു അവസ്ഥയിൽ അഡ്വാൻസ് സ്റ്റേറ്റ് ഓഫ് ന്യൂമോണിയയിൽ കാർഡിയാക് ഫെയിലിയർ എന്നൊക്കെ അവസ്ഥയിൽ തന്നെ ആ ഒറ്റ ലക്ഷണമല്ല, ആ രോഗിയുടെ പൊതു അവസ്ഥ. അങ്ങനെ കിടക്കുന്ന ഒരു രോഗി ചിലപ്പോൾ തുറസായ വായു ആഗ്രഹിക്കുന്ന ഒരാളുണ്ടാകാം. ചില ആൾ തുറസായ വായു പറ്റില്ല, അതിൽ അടച്ച് മൂടിയിരിക്കണം, പെൻഡപ്പ് കണ്ടീഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലർക്ക് ദാഹം ഉണ്ടാകും, ചിലർക്ക് ദാഹം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ രോഗിയുടെ മൊത്തം അവസ്ഥ നോക്കിയിട്ട് ഉചിതമായ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കിരീകുത്തിൻ്റെ ആവശ്യമില്ല. സെലക്ഷൻ കൃത്യമാണെങ്കിൽ, ടോട്ടാലിറ്റിയുമായിട്ട് യോജിക്കുന്നെങ്കിൽ അവിടെ ഹീലിംഗ് ഉറപ്പാണ്, സഫീഷ്യൻറ്റ് വൈറ്റാലിറ്റി ശേഷിക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ അലോപ്പതിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോഴും ന്യൂമോണിയയുടെ ഒരു രൂക്ഷമായൊരു അവസ്ഥയിലാണ് പലപ്പോഴും പല മരണങ്ങളും നടക്കുന്നത്. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഔഷധം സെലക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അമോണിയം കാർബ് ഹാസ് എ സ്റ്റേറ്റ് അനലോഗസ് ടു ബ്ലഡ് പോയ്സണിങ്. രക്തത്തിൽ വിഷം കലർന്ന ഒരു അവസ്ഥയുമായിട്ട് സമാനതയുള്ള ഒരവസ്ഥ അമോണിയം കാർബിനുണ്ട്. സച്ച് ആസ് വി ഫൈൻഡ് ഇൻ എറിസിപ്പിലാസ് ആൻഡ് ഇൻ ദ മോസ്റ്റ് മാലിഗ്നന്റ് ഫോംസ് ഓഫ് സ്കാരൽ ഫീവർ വിത്ത് prostration, great dyspnea, so that it seems as if the heart were giving out. അപ്പോൾ ഈ ബ്ലഡ് പോയ്സണിങ്ങിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. ഈ തൊലിപ്പുറമേയും മറ്റുമൊക്കെ വ്രണങ്ങൾ വന്ന് പെട്ടെന്ന് പടരുന്ന ആ ഒരു അവസ്ഥ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്ന എറിസിപ്പിലാസിൻ്റെ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ സ്കാർലറ്റ് ഫീവർ വന്നിട്ട് അതിൻ്റെ ഒരു വളരെ മാരകമായ അവസ്ഥയിൽ, അങ്ങനെയുള്ള അവസ്ഥകളിൽ രോഗിയുടെ കണ്ടീഷൻ എന്താണ്? വല്ലാത്ത തളർച്ച, തളർന്നടിഞ്ഞു കിടക്കുന്നു, വല്ലാതെ ശ്വാസം മുട്ടുന്നു, അവരുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോകാൻ പോവുകയാണ്. ആ ഒരു അവസ്ഥയിൽ അമോണിയം കാർബിന് വലിയൊരു റോളുണ്ട്. With this, there is an unusual patchy condition of the surface due to the paralytic condition of the blood vessels. അപ്പോൾ നേരത്തെ പറഞ്ഞു രക്തത്തെ ബാധിച്ചു, സർക്കുലേഷനെ ബാധിച്ചു. അതുതന്നെ വേറെ തരത്തിലേക്ക് എൻ്റെ പറയുകയാണ്, ആ രക്തക്കൊഴലുകളുടെ ഒരു തളർന്ന ഒരവസ്ഥ കൊണ്ട്, രക്തം ശരിയായി പ്രവഹിക്കാത്തത് കൊണ്ട് തൊലിപ്പുറമേക്ക് അസാധാരണമായ പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. എൻലാർജ്മെന്റ് ഓഫ് ഗ്ലാൻസ്, ഗ്രന്ഥികൾ വലുതാകുന്നു. ഡസ്കിനെസ് ആൻഡ് പഫിനെസ് ഓഫ് ദ ഫേസ്, മുഖമാകെ മങ്ങി, മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നു. കാരണം ശരിയായ രക്തചംക്രമണം സംഭവിക്കുന്നില്ല, ശരിയായ രീതിയിൽ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അമോണിയം കാർബ് ഹാസ് ബീൻ യൂസ്ഡ് അലോപ്പത്തിക്കലി ഇൻ ജസ്റ്റ് സച്ച് എ സ്റ്റേറ്റ് ഫോർ സെഞ്ചുറീസ്. അപ്പോൾ അലോപ്പതിയിൽ, പഴയ അലോപ്പതി രീതിയിൽ നൂറ്റാണ്ടുകളോളം ഈ ഒരു അവസ്ഥയിൽ അമോണിയം കാർബ് ഉപയോഗിച്ചിരുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്സ് ഹോമിയോപ്പതി റിലേഷൻസ് ബൈ ഇറ്റ്സ് എഫിക്കസി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അതിൻ്റെ പ്രാവീണ്യം, അതിൻ്റെ ഫലപ്രാപ്തി വെച്ചുകൊണ്ട് ഹോമിയോപ്പതിയിലും ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുകയും ഇത് പ്രൂവ് ചെയ്യുകയും, ആ പ്രൂവ് ചെയ്യുക വഴി അതിൽ മാത്രമല്ല അതിനേക്കാൾ വിപുലമായിട്ടുള്ള, അതിനേക്കാൾ വളരെ വികസിതമായിട്ടുള്ള ആഴത്തിലുള്ള അമോണിയം കാർബിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഔഷധത്തിൻ്റെയൊക്കെ ജനസിസിലേക്കുള്ള ചില സൂചനകളാണ് കണ്ടു പറയുന്നത്. എങ്ങനെ ഇത് കണ്ടെത്തപ്പെട്ടു, പൂർവികർ മാസ്റ്റേഴ്സ് എങ്ങനെ ഓരോ ഔഷധത്തെയും കണ്ടെത്തി, എങ്ങനെ അത് ചികിത്സയിലേക്ക് വന്നു, എങ്ങനെയാണ് അലോപ്പതിയുടെ പഴയ ചികിത്സാ രീതികളിൽ നിന്നും ഇതിൻ്റെ മൗലികമായ വ്യത്യാസം എന്ന് ഭംഗിന്തരേണ കെൻഡി ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇറ്റ് ബിലോങ്സ് ടു ദ സിമ്പിൾ എൻഫീബിൾമെൻറ്റ്, വീക്ക് ഹാർട്ട്, അമീസിയേഷൻ. വളരെ ലളിതമായുള്ള എൻഫീബിൾമെൻറ്റ്, ആൾ വല്ലാതെ തളർന്ന് വളരെ അശുവായി പോകുന്നു, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക്
ഒരാൾ വരുന്നു, ഒരാൾ ജീവൻ വല്ലാതെ ഇടിഞ്ഞു താഴുന്നു, ഹൃദയം വല്ലാതെ ദുർബലമാകുന്നു, ആളാകെ ശോഷിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയെ ആണ് അമോണിയം കാർബ് കാണിക്കുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ചിത്രമാണത്. ദർ ഈസ് ക്വയറ്റ് ആൻ ആബ്സെൻസ് ഓഫ് സിംറ്റംസ് ആൻഡ് എ ലാക്ക് ഓഫ് റെസ്പോൺസ് ടു റെമഡീസ്. ഇങ്ങനെ ആളാകെ ശോഷിച്ച് ജീവശക്തി തളർന്നു പോയൊരവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? ലക്ഷണങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല. ആ ജീവശക്തിക്ക് ലക്ഷണങ്ങളെ പ്രകടിപ്പിച്ച് ഉചിതമായൊരു ഔഷധത്തെ ആവശ്യപ്പെടാൻ പറ്റാത്തത്ര ശോഷിച്ചൊരവസ്ഥ, അത്രയ്ക്ക് എൻഫീബിൾഡായൊരവസ്ഥ, ഫീബിൾനെസ്, അല്ലാതെ മന്ദീഭവിച്ചു പോയി. ഒരു രോഗഗ്രസ്തമായ വ്യക്തിയുടെ വൈറ്റാലിറ്റി അയാൾക്ക് ആവശ്യമായ ഔഷധത്തെ, ഹോമിയോപ്പതിക്ക് ഔഷധത്തെ ആവശ്യപ്പെടുന്നത് അത് പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങളുടെ സമഗ്രത കൊണ്ടാണ്, ടോട്ടാലിറ്റി കൊണ്ടാണ്. പക്ഷെ അങ്ങനെ പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്തത്ര ശുഷ്കമായി പോകുന്നൊരവസ്ഥ, അത് അമോണിയം കാർബ് അതിനെ കവർ ചെയ്യും. ലാക്ക് ഓഫ് റെസ്പോൺസ് ടു റെമഡീസ്. അപ്പം അങ്ങനെ വരുമ്പോൾ ലക്ഷണങ്ങളില്ലാതെ നമ്മൾ ആ ഇരുട്ടിൽ തപ്പിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഒരു തോന്നലനുസരിച്ചൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. വ്യക്തമായൊരു അടിത്തറയില്ലാതെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നിരിക്കും. അപ്പം അതിനോട് റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കെൻറ്റും തനിക്ക് പറ്റിയൊരു അബദ്ധത്തെ തുറന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ മറികടന്ന് ശരിയായ രീതിയിൽ ട്രൂ പിക്ചർ വൈറ്റാലിറ്റിക്ക് കൊടുക്കാൻ, അതിനെ പ്രാപ്തമാക്കാൻ അമോണിയം കാർബിന് കഴിവുണ്ട്. അപ്പം എത്രത്തോളം മഹത്തായ ഒരു ഔഷധമാണിതെന്ന് നമ്മൾ ആലോചിക്കണം. ദി പേഷ്യൻറ്റ് മസ്റ്റ് ലൈ ഇൻ ബെഡ് ബിക്കോസ് ഓഫ് ദ പാൽപിറ്റേഷൻ ആൻഡ് ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ഓൺ മോഷൻ. നേരത്തെ നമ്മൾ കണ്ട് ചെറിയ ചലനം കൊണ്ട് പോലും ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിച്ചിട്ട് ശ്വസിക്കാൻ പ്രയാസമായിട്ട്, അത് രണ്ടും ചേർന്ന് വരികയാണ്. ഹൃദയമിടിപ്പ് വല്ലാതെ അസ്വസ്ഥമായി ശ്വസിക്കാനും പ്രയാസം, രണ്ടും കൂടി ചേർന്ന് വരുന്ന അവസ്ഥയാണ് അമോണിയം കാർബിൽ വരുന്നത്. അതുകൊണ്ട് ആളെ കിടന്നു പോകുന്നു ആ ഒരവസ്ഥ. ദ പേഷ്യൻറ്റ് മസ്റ്റ് ലൈ ഇൻ ബെഡ്, കിടന്നു പോകണം, കിടക്കണം, കിടക്കാതെ നിവൃത്തിയില്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് മിയർ വീക്ക്നെസ്. തനി ക്ഷീണം, ആ രോഗി അതേ പറഞ്ഞു, ക്ഷീണം, കടുത്ത ക്ഷീണം, അത് മാത്രമേ രോഗി പറയുന്നുള്ളൂ. രോഗിയോട് വേദന ചോദിച്ചാൽ അയാൾക്ക് പറയാനില്ല, അയാൾക്ക് ലക്ഷണങ്ങളില്ല. ആകെ പറയുന്നത് കടുത്ത ക്ഷീണം, അയാൾ കിടന്നേ പറ്റൂ. അയാളുടെ ഹൃദയം താളം തെറ്റിയിരിക്കുകയാണ്, ശ്വസനം വ്യവസ്ഥയും താളം തെറ്റിയിരിക്കുകയാണ്, രക്തചംക്രമണം താളം തെറ്റിയിരിക്കുകയാണ്. അയാളുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ അയാളുടെ ജീവശക്തിക്ക് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതിനെ റീകണ്ടെയിൽ ചെയ്ത് അതിനെ ഉണർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന നിരവധി ഔഷധങ്ങളിലൊന്ന് അമോണിയം കാർബാണ്. ഒരു ജീവൻ രക്ഷ ഔഷധമെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്നത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് മിയർ വീക്ക്നെസ്. സച്ച് എ കേസ് ഫോർണിഷ്ഡ് മീ മച്ച് അമ്യൂസ്മെന്റ് ഫോർ എ ഇയർ ആൻഡ് എ ഹാഫ്. 1.5 കൊല്ലം കെന്റിനായിട്ട് വട്ടം കറക്കിയൊരു കേസാണ് പറയുന്നത്. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്, ഇതേപോലുള്ള അവസ്ഥകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടും എന്ന് ആലോചിച്ച് അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള ഔഷധങ്ങളെക്കുറിച്ച് നിരവധി ഔഷധങ്ങൾ ഇതേപോലെ ഉണ്ട്, നമ്മൾ ചിന്തിച്ച്. ഇവിടെ എങ്ങനെയാണ് ഹൃദയത്തെയും സർക്കുലേഷനെയും ശ്വസന വ്യവസ്ഥയെയും ഒക്കെ ബാധിച്ച് ആകെ തളർന്ന് കിടന്നേ പറ്റൂ, ക്ഷീണമാണ്, ആ സർക്കുലേഷനിലെ കുഴപ്പങ്ങൾ തൊലിപ്പുറമേയും കാണുന്നു, സെക്രഷൻസ് വളരെ ആക്രിഡാണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ. അപ്പോൾ നമുക്ക് അമോണിയം കാർബണിനെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാം. ദർ വാസ് എ വുമൺ ഇൻ ദിസ് സിറ്റി ഹു ആൻസർഡ് ജസ്റ്റ് സച്ച് എ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ തൻ്റെ ഒരു പേഷ്യനെ കുറിച്ച് പറയുകയാണ്, അത് നഗരത്തിൽ നിന്നുള്ളതാണ്. ചോദിച്ചു കഴിയുമ്പോൾ ഈ ഒറ്റ പ്രശ്നം പറയുന്നുള്ളൂ. ഹിയർ സ്റ്റേറ്റ് വാസ് വൺ ഓഫ് ദ പെക്യുലിയർ കാർഡിയാക് വീക്ക്നെസ് വിത്ത് ഡിസ്നി ആൻഡ് പാൽപിറ്റേഷൻ ഓൺ മോഷൻ. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു നല്ലൊരു സൂചനയാണ്. പെക്യുലിയർ കാർഡിയാക് വീക്ക്നെസ്, ഹൃദയത്തിന് ഒരു തനതായൊരു ക്ഷീണം, അതിനോടൊപ്പം ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ചലിക്കുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു. ഇത്രയേ ഉള്ളൂ അവസ്ഥ. പക്ഷെ കെൻഡർ അന്നത്തെ അവസ്ഥയിൽ കെൻഡർ അത് മനസ്സിലായില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലായില്ല. ഐ ഹാഡ് ബീൻ ട്രീറ്റിംഗ് ദ കേസ് 1.5 വർഷം, ബട്ട് ഹാഡ് നോട്ട് ഫുള്ളി സ്റ്റഡീഡ് ഇറ്റ്. കെൻഡർ ഒരു കുറ്റസമ്മതം നടത്തുകയാണ്, ഞാനതിനെ പൂർണ്ണമായിട്ടും പഠിച്ചില്ല. പരാജയത്തിനുള്ള, ഹോമിയോപ്പതിയിലെ പരാജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ആ കേസിനെ പൂർണ്ണമായിട്ടും പഠിച്ചില്ല. കെൻറ്റിന് അക്കാര്യത്തിൽ വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് കെൻറ്റ് പലപ്പോഴും ഈ പല പുസ്തകങ്ങളും പറയുന്നുണ്ട്, ഒരു ഡോസ് കൊടുത്തിട്ട് അത് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ, ആക്ഷൻ നിലച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും അതേ ഡോസ് തന്നെയോ
അതേ ഔഷധം തന്നെയോ മറ്റെന്തെങ്കിലും ഔഷധമോ കൊടുക്കാനൊരു പ്രേരണ ഉണ്ടായാൽ പോലും കൊടുക്കാതെ റീസ്റ്റഡി ദ കേസ്, വീണ്ടും പഠിക്കുക, തുറന്ന മനസ്സോടെ വീണ്ടും പഠിക്കുക എന്ന് കെന്റ് പലയിടത്തും പറയുന്നുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹത്തിനുണ്ടായ ഇത്തരം പരാജയങ്ങളായിരിക്കാം. ആ പരാജയങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും അദ്ദേഹം പറയുന്നത്, ഞാനത് പഠിച്ചിരുന്നില്ല. ആൻഡ് ആസ് ഷീ ഡിഡ് നോട്ട് പ്രോഗ്രസ് അണ്ടർ മൈ മാനേജ്മെന്റ് ഷീ വാസ് ടേക്കൺ ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ്. തൻ്റെ ചികിത്സയിൽ നിന്നും അവരെ കൊണ്ടുപോയി. ആൻഡ് ടേക്കൺ ടു വൺ ഓഫ് അവർ മോസ്റ്റ് ഏബിൾ ന്യൂറോളജിസ്റ്റ്, ഏറ്റവും മിടുക്കനായ നാഡീരോഗ വിദഗ്ധന്മാരിൽ ഒരാളെടുത്ത് കൊണ്ടുപോയി. ഹു പുട്ട് ഹെർ അപ്പോൺ ദ റെസ്ക്യൂർ, വിശ്രമിച്ച് സുഖപ്പെടുത്തുക. റെസ്ക്യൂർ ഡബിൾ കൊട്ടേഷൻ ഇട്ടേക്കുക, വിശ്രമം കൊണ്ട് സുഖപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. വിശ്രമം വളരെ സുഖപ്പെടുത്തുക, അത് സത്യമാണ്. ആൻഡ് പ്രോമിസ് ദാറ്റ് ഇൻ 6 weeks ഷീ വുഡ് ബി പെർഫെക്റ്റ്ലി വെൽ. 6 ആഴ്ച കൊണ്ട് സുഖപ്പെട്ടോളൂ എന്ന് ഉറപ്പ് കൊടുത്തു, പക്ഷെ നടന്നില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് 6 weeks ഷീ വാസ് വേഴ്സ് ദാൻ എവർ ആൻഡ് വാസ് എ കാർഡിയക് സ്പെഷ്യലിസ്റ്റ് വാസ് ദെൻ ബ്രോട്ട് ടു എക്സാമിൻ ഹിയർ. 1.5 മാസം കൊണ്ട് അവളുടെ സ്ഥിതി പഴയതിലും മോശമായി. അപ്പോഴേക്കും ഒരു ഹൃദയരോഗ വിദഗ്ധനെ കൊണ്ടുവന്നു. അപ്പം അതിനൊക്കെയുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റൊക്കെ ആ പേഷ്യൻ്റ് ഉണ്ടായതുകൊണ്ടാണ്, അല്ലാത്തവർക്ക് മരിക്കുക നിർവാഹം ഉണ്ടാവുള്ളൂ. ഹി സെഡ് ഇറ്റ് വാസ് ട്രൂ ഹെയർ ഹാർട്ട് വാസ് ഓഫ് നോട്ട് വിഗറസ്. ഹൃദയത്തിന് വേണ്ടത് ആ ഒരു വിഗർ, കരുത്തില്ല. ബട്ട് ദർ വാസ് നോ ഓർഗാനിക് അഫെക്ഷൻ. പക്ഷെ ഹൃദയത്തിൻ്റെ ഘടനയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആൻഡ് കോൺസിക്വൻ്റ്ലി ദ കേസ് ഡിഡ് നോട്ട് ബിലോങ് ടു ഹിസ് ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ തൻ്റെ ശാഖയിൽപ്പെട്ടതല്ല. താൻ ഹൃദയരോഗ വിദഗ്ധനാണ്. ഇവളുടെ ഹൃദയത്തിന് ഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹൃദയത്തിൻ്റെ അവസ്ഥ വേണ്ടത്ര വിഗർ അതിനില്ല. അതുകൊണ്ട് തൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഇതിനെ ലങ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ബ്രോട്ടിൻ. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, ശ്വാസം മുട്ടണല്ലോ, ഒരു ശ്വസന രോഗ വിദഗ്ധനെടുത്ത് കൊണ്ടുവന്നു. ആൻഡ് ലേറ്റർ ഷീ വാസ് എക്സാമിൻഡ് ബൈ ഓൾ കൈൻഡ് ഓഫ് സ്പെഷ്യലിസ്റ്റ്. അവസാനം ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തരം വിദഗ്ധന്മാരുടെ അടുത്തും പോയി. ഇന്നും ഇത്തരം ആളുകൾ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. ആൻഡ് ഓഫ് ഹെർ ഓർഗൻസ് വെർ ഫുള്ളി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് ഇറ്റ് വാസ് അനൗൺസ്ഡ് ദാറ്റ് നത്തിങ് വാസ് ദ മാറ്റർ വിത്ത് ദം. എല്ലാ അവയവങ്ങളെയും പരിശോധിച്ചു, ഒന്നിനും കുഴപ്പമില്ല. ബട്ട് ദ പൂർ വുമൺ കുഡ് നോട്ട് വാക്ക്. പക്ഷേ ആ പാവം സ്ത്രീക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, നടക്കാൻ പോലും സാധിക്കുന്നില്ല. ബിക്കോസ് ഓഫ് ഹെർ സഫറിങ് ആൻഡ് പാൽപിറ്റേറ്റിംഗ് ഹാർട്ട്. തൻ്റെ സഹനങ്ങൾ കൊണ്ട്, വല്ലാത്ത ഹൃദയമിടിപ്പ് കൊണ്ട് ആ സ്ത്രീക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ എല്ലാവരും കൈയൊഴിഞ്ഞു. ഷീ ഹാഡ് എ ലിറ്റിൽ ഡ്രൈ ഹോക്കിംഗ് ഓഫ് ദാറ്റ് ഡിഡ് നോട്ട് എമൗണ്ട് ടു എനിത്തിങ്. ചെറിയൊരു വരണ്ട ചുമയുണ്ട്, അവരിട്ടാകെ ഒലയ്ക്കുന്നൊരു ചുമയാണ്. ബട്ട് ഹെർ ചെസ്റ്റ് വാസ് എക്സാമിൻഡ് ആൻഡ് ദർ വാസ് നത്തിങ് റോങ് വിത്ത് ഇറ്റ്. പക്ഷേ ചെസ്റ്റ് നോക്കി, ശ്വാസകോശത്തിന് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊരു ചുമയുണ്ട്, വരണ്ട ചുമയാണ്, അതിൻ്റെ അകത്ത് കഫക്കെട്ടോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ആഫ്റ്റർ ഷീ ഹാഡ് ബീൻ ഇൻ ദിസ് കണ്ടിന്യൂവൽ ഫയർ ഫോർ അബൌട്ട് 3 months, ഇങ്ങനെ 3 മാസം അങ്ങനെ കടന്നുപോയി. ആൻഡ് വാസ് സ്റ്റഡ്ലി ഫെയിലിംഗ്. ഇങ്ങനെ പോയിട്ട് അവരുടെ സ്ഥിതി വീണ്ടും വീണ്ടും ശോചനീയമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദ സൈഡ് ഓഫ് ദ ഫാമിലി ദാറ്റ് വർ മൈ അഡറൻസ് പ്രിവെയിൽഡ് അഗെയിൻസ്റ്റ് അതേഴ്സ് ആൻഡ് ഐ വെന്റ് ടു സീ ഹെർ അഗെയിൻ. അപ്പോൾ സ്ത്രീകളുടെ ബന്ധുക്കളുടെ ഇടയിൽ രണ്ടഭിപ്രായം ഉണ്ടായി. ഒരു വിഭാഗത്തിന് ഇവരിതേപോലെ തന്നെ ഓരോരോ വിദഗ്ധരെ കാണിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സ തേടി അങ്ങ് പോകാം. കാരണം കെന്റ് ഉപേക്ഷിച്ച ഹോമിയോപ്പതിയിൽ രക്ഷയില്ല. കെന്റ് ഉപേക്ഷിച്ചാൽ പിന്നെ വേറെ ആരെ കാണിക്കാനാണ്. പക്ഷെ അപ്പോഴും ഇവരുടെ ബന്ധുക്കളിൽ കെന്റിൽ അടിയുറച്ച ബോധ്യമുണ്ടായിരുന്ന ചില ആളുകൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ മുൻതൂക്കം കിട്ടി. അങ്ങനെ കെന്റിനെ വീണ്ടും വിളിപ്പിച്ചു, അവരെ കാണാൻ വിളിപ്പിച്ചു. ഐ കണ്ടിന്യൂ ടു സ്റ്റഡി ദ കേസ്. ആ കേസ് ഞാൻ തുടർന്നും പഠിച്ചു. വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. മുൻപ് പഠിച്ചതാണ്, വീണ്ടും തുടർന്നും പഠിച്ചു. വിച്ച് വാസ് എക്സ്ട്രീംലി വേഗ്. അവിടെയും എക്സ്ട്രീംലി വേഗ്, അങ്ങേയറ്റം അവ്യക്തം. വെറുമേ വ്യക്തമല്ല, അങ്ങേയറ്റം അവ്യക്തം. ഈ പാൽപിറ്റേഷൻ ഉണ്ട്, നെഞ്ചിടിപ്പ് കൂടുന്നു, നടക്കാൻ പറ്റില്ല, വല്ലാതെ ക്ഷീണം, കിടക്കണം, ഇത്രയൊക്കെ ഉള്ളൂ. ഹാവിങ് നത്തിങ് ബട്ട് ദോസ് ഫ്യൂ സിംറ്റംസ് ആൻഡ് ഫൈനലി ഐ സെറ്റിൽഡ് അപ്പോൺ അമോണിയം കാർബ്. അപ്പോൾ ഈ കുറച്ച് ലക്ഷണങ്ങളേ ഉള്ളൂ. അവസാനം ഞാൻ അമോണിയം കാർബിന്മേൽ വന്നു, എൻ്റെ തീരുമാനം അവിടെ വന്ന് ഉറച്ചു. ആൻഡ് ഷീ ഹാസ് ബീൻ ഓൺ ദിസ് റെമഡി ഫോർ 18 months. 18 മാസം ഈ ഔഷധം ഒറ്റ ഡോസ് കൊണ്ട് 18 മാസം മുന്നോട്ട് പോയി. ഷീ നൗസ് ക്ലൈംസ് മൗണ്ടൻസ്. ഈ 18 മാസത്തിന് ശേഷമുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ആ സ്ത്രീ മല കയറുന്നു. വെറുതെ നടന്നു കഴിഞ്ഞാൽ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ മസ്റ്റ് ലൈ
കിടക്കണമായിരുന്നു, കിടന്നേ പറ്റൂ. അങ്ങനെയുള്ള ആ പേഷ്യൻ്റ് ഇപ്പോൾ മല കയറുന്നു. ഷീ ഡസ് എവറിത്തിങ് ഷീ വാണ്ട്സ് ടു ഡു. എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ചെയ്യാം. ആൻഡ് ഈസ് എബൌട്ട് റെഡി ടു ഗോ ടു ഹൗസ് കീപ്പിംഗ്. വീട്ടുജോലി, കാര്യങ്ങൾ നോക്കാം, അതിന് തയ്യാറാണ്. ഷീ ഹാസ് ഗ്രോൺ ഫ്രം എ കേസ് ഓഫ് നെർവസ് പ്രൊസ്ട്രേഷൻ, ബ്രെയിൻ ഫാഗ് ആൻഡ് എനി അതർ ഡയഗ്നോസിസ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ ഹീപ്ഡ് അപ്പോൺ ഹെർ ആസ് എ വെൽ വുമൺ. അപ്പോൾ എങ്ങനെയും വിലയിരുത്താവുന്ന ഒരു സ്ത്രീ. എങ്ങനെയാണ്? നാഡീവ്യവസ്ഥ ആകെ തകർന്നുപോയ സ്ത്രീ, തലച്ചോറിൻ്റെ പ്രവർത്തനം ശരിയായി നടക്കാതെ മന്ദീഭവിച്ചു പോയൊരു രോഗി. എന്ത് തരത്തിലും അവരെ ഡയഗ്നോസ് ചെയ്യാം, ഏത് അവയവം വെച്ചും അവരെ ഡയഗ്നോസ് ചെയ്യാം. ആ ഡയഗ്നോസിസ് എല്ലാം അവരുടെ മേലിൽ കൊണ്ടുപോയി കൂന കൂട്ടുക, അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് അവർക്ക്. അങ്ങനെയുള്ളൊരു അവസ്ഥയുള്ള സ്ത്രീ ഈ ഒറ്റ ഔഷധം, വൺ റെമഡി, ഈ ഒറ്റ ഔഷധത്തിൻ്റെ കീഴിൽ അവരിപ്പോൾ മല കയറുന്നു. അവരെന്ത് വീട്ടുജോലിയും ചെയ്യും, എന്തും ചെയ്യാം, ഇഷ്ടപ്പെട്ടെന്തും ചെയ്യാം. ദിസ് ഷോസ് യു ഹൗ ഡീപ്ലി ദിസ് റെമഡി ആക്ട്സ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര ആഴത്തിലാണ് ആ സ്ത്രീയുടെ ജീവശക്തിയുടെ അടിത്തട്ടിൽ ചെന്ന് അതിനെ ഇളക്കി, അതിൽ നിന്നും വൈറ്റൽ റിയാക്ഷൻ ഉണ്ടാക്കി അത് സൗഖ്യത്തിലേക്ക് സ്വയം കടന്നു വന്നു. അത്രയ്ക്ക് ആഴത്തിൽ പ്രവർത്തിക്കുന്നു. വൺ ഡോസ് ജനറലി ആക്ട്സ് അപ്പോൺ ഫോർ ഫ്രം 6 weeks to 2 months. 1.5 മുതൽ 2 മാസം വരെ ഒറ്റ ഡോസ് പൊതുവെ പ്രവർത്തിക്കും. പൊതുവെ ഏറെയും കുറഞ്ഞും വരാം. 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ. സ്റ്റഡിലി ഇംപ്രൂവിങ് ഹെയർ ഈച്ച് ടൈം. ഓരോ തവണ കൊടുക്കുമ്പോഴും സ്റ്റഡി ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു. പൂർവാധികം ആരോഗ്യവതിയായി ആ സ്ത്രീ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പരാജയം സംഭവിച്ചു കഴിയുമ്പോൾ കേസ് വീണ്ടും പഠിക്കുക, തുടർന്ന് കണ്ടിന്യൂസ് സ്റ്റഡിങ്, തുടർന്നും പഠിച്ചുകൊണ്ടിരിക്കുക, ഉചിതമായ ഔഷധം കണ്ടെത്തുക, അത് കൊടുത്ത് അത് ഉചിതമായ കാലയളവ് പ്രവർത്തിക്കാൻ കാത്തിരിക്കുക, എന്നിട്ട് ആവശ്യമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് സങ്കല്പിക്കാനാവാത്ത ആരോഗ്യത്തിൻ്റെ മേഖലകളിലേക്ക് അവർ കടന്നു വരും. ഹോമിയോപ്പതിയുടെ മഹത്വം അവരിലൂടെ, നിങ്ങളുടെ കൈകളിലൂടെ, നിങ്ങൾ കൊടുക്കുന്ന ഔഷധങ്ങളിലൂടെ പ്രകടമായി തീരുകയും ചെയ്യും. അതിനെ പ്രാപ്തരാക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. ഇതിൻ്റെ ഇതേപോലുള്ള വിലപ്പെട്ട വിവരങ്ങൾ തുടർന്നും നമുക്ക് ലഭിക്കും. അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.